വി ശിവൻകുട്ടിയെ ഇവനാരടാ ഇവനെന്നു പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ജനാവലിയുടെ മുമ്പിൽ പറഞ്ഞ് രാത്രിക്കു രാമായണം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ മാറ്റി പറഞ്ഞ വി ഡി സതീശന്റെ കള്ളം പറയുന്ന നാവുണ്ടല്ലോ, അത് വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും ആടിക്കൊണ്ടിരിക്കുകയാണ് ആ വൃത്തികെട്ട നാവ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ അല്പത്തരം എത്രമാത്രം മോശമായാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോ 110 എന്നുള്ളത് പിണറായി വിജയൻ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് എന്ന് പറഞ്ഞ് തരം താഴ്ന്ന നിലപാടുകളെ, പരാമർശങ്ങളെ കൊണ്ട് വി ഡി സതീശൻ കളം നിറയുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ സാമാന്യ ബോധമുള്ള രാഷ്ട്രീയ മര്യാദകളെ, രാഷ്ട്രീയത്തിലേക്ക് ചിന്തിക്കുന്നവരെ മുഴുവൻ കൃത്യമായി ചിന്തിപ്പിച്ചുകൊണ്ടാണ് സതീശന്റെ നിലപാടുകൾ വരുന്നത് എന്നുള്ളതാണ്. ഒരു മുതിർന്ന നേതാവിന്, കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നേതാവായി നിൽക്കുന്ന ഒരാൾക്ക് ചേരുന്ന വർത്തമാനമാണോ സതീശൻ ഈ സമീപകാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇന്ന് പറഞ്ഞതിനെ നാളെ വന്ന് മാറ്റി പറയാൻ ഇത്രയും ഉളുപ്പില്ലാതെ കള്ളം പറയുന്ന ഒരു നേതാവ്, കേഡർ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും അടിമുടി പൊളിഞ്ഞടുങ്ങിയിരിക്കുന്ന കോൺഗ്രസ് സംവിധാനത്തിൽ സതീശന്റെ വാക്ക് കേൾക്കാതെ എത്ര പേരാണ് ചുറ്റും കൂടുന്നത്? എത്ര പേരാണ് സതീശന്റെ വാക്കുകളെ തള്ളിപ്പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കൂ, ഞങ്ങളോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ മുതിർന്ന നേതാക്കൾ എത്ര പേരുണ്ട്? അങ്ങനെ മുഴുവനും സതീശൻ കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് വികസന മുന്നേറ്റ യാത്ര, പുതുയുഗ യാത്ര കാസർഗോഡ് കുമ്പളയിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ ജാഥയിലുടനീളം നമ്മൾ കേൾക്കാൻ പോകുന്നത് കള്ളത്തരങ്ങളായിരിക്കും. ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി പറഞ്ഞെടുക്കുന്ന അല്പത്തരങ്ങളായിരിക്കും. ജെൻസി ആൽഫ കുട്ടികൾ പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകളായിരിക്കും സതീശന്റെ നാവിൽ നിന്ന് വരുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു മുഖ്യമന്ത്രിയെ നോക്കി സതീശൻ പറയുക, ആ മനുഷ്യൻ കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് 110 എന്നുള്ളത്, അല്ലാതെ അവർക്ക് കിട്ടുന്ന സീറ്റ് ഒന്നുമല്ല എന്ന്. രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ, വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കലുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇത്രമേൽ തരം താഴ്ന്ന വാക്കുകൾ പറയുക, ആ വാക്കുകളെ മാധ്യമങ്ങൾ വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞു വളച്ചൊടിക്കുക, ഇതൊക്കെയാണ് വി ഡി സതീശൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നതും വളരെയധികം ഇളഭ്യനാക്കുന്നതും എന്ന് രാഷ്ട്രീയ കേരളം ഓരോ ദിവസവും ചർച്ച ചെയ്യുകയാണ്.